ഒരിക്കലെങ്കിലും നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ ഇവിടെ നിന്ന് ഓടിപ്പോകുക മാത്രമേ വഴി ഉള്ളൂ എന്ന്? ആരും എന്നെ മനസ്സിലാക്കുന്നില്ല എന്ന്. ഒരു പെൺകുട്ടി വീട് വിട്ടുപോയി. അവൾക്ക് തോന്നിയത് ഇത് തന്നെയാണ് ഏറ്റവും നല്ല തീരുമാനമെന്ന്. പക്ഷേ അവൾക്ക് എന്തായിരിക്കും സംഭവിച്ചത്? മീര സന്തോഷമുള്ള ഒരു പെൺകുട്ടിയായിരുന്നു. പക്ഷെ കുറച്ച് മാസങ്ങളായി അവൾക്ക് വീട്ടിൽ ഓരോ ബുദ്ധിമുട്ടും ഒറ്റപ്പെട്ട അനുഭവമായിരുന്നു. അമ്മയും അച്ഛനും എല്ലായ്പ്പോഴും കുറ്റം പറയുന്ന പോലെ. ഫോൺ താഴെ വയ്ക്കൂ, നീ എന്താ പഠിക്കാത്തത്? അവർക്ക് മനസ്സിലാവുന്നില്ല ഞാൻ എന്താണ് അനുഭവിക്കുന്നത്. ഒരു ദിവസം അവൾ തീരുമാനിച്ചു വീട്ടുവിട്ടു പോവുക. അതാണ് ഏറ്റവും നല്ലത് എന്ന് കരുതി. പക്ഷേ സത്യം വളരെ ക്രൂരമായിരുന്നു. നഗരജീവിതം ഒരു ഒറ്റപ്പെട്ട പെൺകുട്ടിക്ക് അനുയോജ്യമല്ല. ചുറ്റും അന്യർ, ഭയം, അനിശ്ചിതത്വം. അവൾ ഒരു സുഹൃത്തിനെ വിളിച്ചു, പക്ഷേ ആരും ഫോൺ എടുക്കുന്നില്ല. അവൾ മനസ്സിലാക്കി വീട്ടിലെ സുരക്ഷ, മാതാപിതാക്കളുടെ കരുതൽ എല്ലാം. മീരയുടെ അരികിലിരുന്ന ഒരു വൃദ്ധ ചോദിച്ചു, മോളെ എന്താണ് പ്രശ്നം? മീര മടിച്ചു നിന്നു. പക്ഷേ പിന്നീട് അവളുടെ ഹൃദയം തുറന്നു. വൃദ്ധ പറഞ്ഞു, ഒരു പക്ഷിയെക്കുറിച്ചുള്ള ഒരു കഥ ഞാൻ പറഞ്ഞു തരാം. ഒരു ദിവസം ഒരു പക്ഷിക്ക് തന്റെ കൂട് തടസ്സമായി തോന്നി. അതിനാൽ അത് പറന്നുപോയി. എന്നാൽ അകത്തുനിന്നും പുറത്തേക്ക് വന്നപ്പോൾ അത് അറിഞ്ഞു, ഇവിടെ ഭക്ഷണമില്ല, അഭയം ഇല്ല, എല്ലാം അപകടം മാത്രം. അങ്ങനെ അതിന്റെ കൂട് വീണ്ടും ആഗ്രഹിച്ചു. തന്റെ മാതാപിതാക്കൾ തന്നെ എത്രമാത്രം പരിപാലിച്ചുവെന്ന് മീരയ്ക്ക് മനസ്സിലായി. സ്റ്റോയിക് ചിന്തകരായ സേനയ്ക്കയും മാർക്കസ് ഔറലിയസും പറഞ്ഞതുപോലെ മറ്റുള്ളവർ എന്ത് ചെയ്യും എന്നത് നിയന്ത്രിക്കാനാകില്ല, പക്ഷേ നാം എങ്ങനെ പ്രതികരിക്കണം എന്നത് നമുക്ക് നിയന്ത്രിക്കാം. മനസ്സിലാക്കുന്നതിനു പകരം ദേഷ്യത്തോടെയാണ് താൻ പ്രതികരിക്കുന്നതെന്ന് മീരയ്ക്ക് മനസ്സിലായി. ഓടിപ്പോകുന്നതിനു പകരം അവൾക്ക് സംസാരിക്കാനും വിശദീകരിക്കാനും കേൾക്കാൻ ഒരു വഴി കണ്ടെത്താനും കഴിയുമായിരുന്നു. അവൾ കണ്ണുനീർ തുടച്ചു, ഒരു ദീർഘനിശ്വാസമെടുത്തു, ഒരു തീരുമാനം എടുത്തു. മീര വീട്ടിലേക്ക് മടങ്ങി. അവൾക്ക് ഒരു കാര്യം മനസ്സിലായി, കുടുംബം അത് നമുക്കുള്ള ഏറ്റവും സുരക്ഷിതമായ സ്ഥലമാണ്. കാണുന്ന എല്ലാ മാതാപിതാക്കളോടും നിങ്ങളുടെ കുട്ടികളെ നിങ്ങൾ കേൾക്കണം. എല്ലാ കുട്ടികളോടും ഓടിപ്പോകുന്നതിനു മുമ്പ് ചിന്തിക്കുക, മറ്റൊരു വഴിയുണ്ടോ? ഈ കഥ ഉപദേശകരമാണെന്ന് തോന്നിയാൽ നിങ്ങളുടെ കുടുംബത്തോടും സുഹൃത്തുക്കളോടും ഷെയർ ചെയ്യൂ. കുട്ടികൾക്കും മാതാപിതാക്കൾക്കും തമ്മിൽ മികച്ച ബന്ധം ഉണ്ടാകട്ടെ. ഇനിയുമധികം പ്രചോദനാത്മക കഥകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യൂ.